രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഇന്ന് നിർണായക ദിവസമാണ്. രാഹുൽ പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. ഇരുവിഭാഗത്തിൻ്റെയും വാദം വിശദമായി തന്നെ കോടതി കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. ഇതിനുശേഷമാണ് കോടതി വിധി പറയുന്നതിനായി ഇന്നത്തേക്ക് മാറ്റിയത്. നേരത്തെയുള്ള ആദ്യത്തെ ബലാത്സംഗ കേസിലും രണ്ടാമത്തെ ബലാത്സംഗ കേസിലും അറസ്റ്റ് തടഞ്ഞതൊഴിച്ചാൽ രാഹുലിന് ഇതുവരെ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടില്ല. സമാനമായ കേസാണ് മൂന്നാം ബലാത്സംഗ കേസ് എന്നത് രാഹുലിനെ സഹായകമാകും എന്നാണ് പ്രതിഭാഗം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതേസമയം രാഹുലിനെ ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തിയിരിക്കുന്നത്. ആദ്യത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ അടക്കം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രാഹുൽ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. പത്തനംതിട്ട സെഷൻസ് കോടതി ജഡ്ജ് എൻ ഹരികൃഷ്ണൻ 1 മണിക്കൂർ വീതമെടുത്താണ് പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വിശദമായ വാദം കേട്ടത്. മുൻപുള്ള 2 ബലാത്സംഗ കേസുകളിലെ പോലെ തന്നെ പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഇവിടെയും നടന്നത് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്ത് വാദിച്ചത്. നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്നും ശാസ്തമംഗലം അജിത്ത് കോടതിയിൽ വാദിച്ചിരുന്നു. കൃത്യമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിതമായി കെട്ടിച്ചമച്ചിട്ടുള്ള കേസാണ് ഇതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ല എന്നും രാഹുൽ വാദിക്കുന്നു. ജാമ്യം നൽകിയാൽ ജീവന് ഭീഷണിയാകുമെന്ന പരാതിക്കാരിയുടെ വാദം രാഹുലും പ്രതിഭാഗം വക്കീലും ഗണ്ണിക്കുന്നത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പരാതിക്കാരിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന വാദം പൊള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിവാഹേതര ബന്ധം രാജ്യത്ത് കുറ്റകരമല്ല എന്നുകൂടി രാഹുൽ വാദിക്കുന്നുണ്ട്. പരാതിക്കാരി ഗർഭസ്ഥ ശിശുവിൻ്റെ DNA ടെസ്റ്റ് നടത്തിയത് രാഹുലുമായുള്ള ബന്ധം തുടരാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് എന്നുകൂടി പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ രാഹുലിന് ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതിഭാഗം പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പോലീസ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നും ശാസ്തമംഗലം അജിത്ത് വാദിച്ചിട്ടുണ്ട്. അറസ്റ്റ് നടന്ന ദിവസം രാത്രി 12 മുതൽ അറസ്റ്റ് മെമ്മോ നൽകിയ 7:30 വരെയുള്ള 5.25 മണിക്കൂർ സമയം അനധികൃതമായാണ് അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിൽ വെച്ചത് എന്നാണ് വാദം. രാഹുലിന്റെ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിയത് അദ്ദേഹം അന്വേഷണത്തോട് സഹകരിച്ചതിന്റെ തെളിവാണ് എന്നും അഭിഭാഷകൻ വാദിക്കുന്നു. അന്വേഷണ സമയത്ത് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം പൂർത്തിയാക്കിയാൽ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നത് ശരിയല്ല എന്ന 2011 സുപ്രീം കോടതി വിധിയും പ്രതിഭാഗം കോടതിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ അതിശക്തമായാണ് എതിർത്തിരിക്കുന്നത്. രാഹുൽ MLA ആണ്, ജനസ്വാധീനമുള്ള നേതാവാണ്, ഉന്നത ബന്ധങ്ങളും സ്വാധീനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിക്കാരിയെ സ്വാധീനിക്കാനും കേസ് അട്ടിമറിക്കാനുമുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കൂടാതെ ഇരയുടെ ജീവന് ഭീഷണിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ അറസ്റ്റ് വിവരം വാക്കാൽ അറിയിച്ചുവെന്നും പരാതിക്കാരി വിദേശത്തായതിനാലാണ് സൂം മീറ്റിംഗിലൂടെ ഇരയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്നത് എന്ന സാഹചര്യവും പ്രോസിക്യൂഷൻ വിശദീകരിച്ചിട്ടുണ്ട്. പരാതിക്കാരിയുടെ ഒപ്പ് ഡിജിറ്റലായി രേഖപ്പെടുത്തിയത് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചതും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നത് എന്നും പ്രോസിക്യൂഷൻ പറയുന്നു. നിലവിൽ ഇതുവരെ 3 ബലാത്സംഗ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉള്ളത്. ഇതിൽ 2 കേസുകളിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദം നടക്കുകയാണ്. മുൻപുള്ള 2 കേസുകളിലെയും സമാനമായ കുറ്റങ്ങളാണ് 3ാം FIRലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അറസ്റ്റ് വിലക്കിക്കൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങൾ ഈ കേസിലും ബാധകമാകുമെന്ന് പ്രതിഭാഗം കണക്കുകൂട്ടുന്നു. എന്നാൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി എന്ത് നിലപാടെടുക്കും എന്ന് കണ്ടറിയേണ്ടതാണ്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞയാഴ്ച രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ ജാമ്യത്തിനായി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. അതേസമയം ആദ്യത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഗുരുതരമായ ലൈംഗിക കുറ്റവാളി എന്നും സാഡിസ്റ്റ് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യുവതി വിശേഷിപ്പിക്കുന്നത്. രാഹുലിൽ നിന്ന് താൻ നേരിട്ടത് ക്രൂരമായ ബലാത്സംഗമാണ് എന്നാണ് യുവതി പറയുന്നത്. ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ചുവെന്നും പറഞ്ഞ യുവതി ആ വീഡിയോ ഇപ്പോഴും രാഹുലിൻ്റെ ഫോണിലുണ്ട് എന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യവാങ്മൂലത്തിലെ പുതിയ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ചില തെളിവുകളും ചിത്രങ്ങളുടെ രൂപത്തിൽ പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ബലാത്സംഗത്തിനിടെ ഏറ്റ സാരമായ പരിക്കുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്.
ഭീഷണി വെളിവാക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ശബ്ദ സന്ദേശങ്ങളും സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിച്ചിട്ടുമുണ്ട്. നേമം പോലീസാണ് ആദ്യത്തെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീട്ടിവെച്ചുവെങ്കിലും ഇടക്കാലത്തേക്ക് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് തടയുകയും ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് യുവതി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. സാഡിസ്റ്റാണ് എന്നും ലൈംഗിക വൈകൃതക്കാരനാണ് എന്നുമുള്ള ഒന്നാമത്തെ യുവതിയുടെ ആരോപണങ്ങൾ കോടതി എങ്ങനെയാണ് മുഖവിലക്കെടുക്കുക എന്നത് കണ്ടറിയണം. പ്രത്യേകിച്ചും 10ഓളം ബലാത്സംഗ കേസുകൾ രാഹുലിനെതിരെ ഉണ്ടെന്നും അതിൻ്റെ വിവരങ്ങൾ പോലീസിന് അറിയാമെന്നുമുള്ള യുവതിയുടെ വെളിപ്പെടുത്തലിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്നാണ് കണ്ടറിയേണ്ടത്. ഇതിനു മുമ്പുള്ള 2 കേസുകളുടെയും ചരിത്രം നമ്മൾ നോക്കിക്കണം. ഒരു കേസിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു, ഒരു കേസിനകത്ത് അറസ്റ്റ് തടയുകയും ചെയ്തു. അതാണ് ആ 2 കേസിൻ്റെയും പ്രധാനം. അതും ഇതുപോലെ തന്നെ ഒരു ആരോപണമാണെങ്കിലും അവിടെയൊക്കെ പരസ്പര സമ്മതത്തോടു കൂടിയ ഒരു ബന്ധപ്പെടലാണ് എന്നൊരു സംശയം കോടതിക്ക് തോന്നിയതുകൊണ്ടാവാം ആ 2 കേസിലേക്കും അദ്ദേഹത്തിനെ അറസ്റ്റ് ഉൾപ്പെടുത്താതെ വിട്ടയച്ചത്. കാരണം അദ്ദേഹം കോടതിയിൽ എപ്പം വിളിച്ചാലും ഹാജരാകാം, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പിൽ ഹാജരാകാം. ആ കണ്ടീഷനോട് കൂടി തന്നെയാണ്. അതിന് വിഘാതമൊന്നുമില്ലായിരുന്നു. പക്ഷേ തിരുവല്ല കേസിനകത്ത് പോലീസ് എന്തുകൊണ്ടാണ് ഓടിപ്പിടിച്ച് അദ്ദേഹത്തിനെ കയറി അങ്ങ് അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിനെ വിളിച്ചാൽ അദ്ദേഹം ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഓടിയെത്തേണ്ട ആളാണ്. കാരണം 2 റേപ്പ് കേസിനകത്ത് ജാമ്യത്തിൽ നിന്ന് കണ്ടീഷൻ ബെയിലല്ലേ. അപ്പോൾ അത് എപ്പം വിളിച്ചാലും പോലും അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പിൽ ഹാജരാകണം. അതിന് വിഘാതമൊന്നുമില്ല. എപ്പം വിളിച്ചാലും വരാമെന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. വിളിച്ചില്ല. ഒരു ഫോണെങ്കിലും ചെയ്തിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നേരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ വന്നേനെ. പക്ഷേ അതിവിടെ ഉണ്ടായില്ല. പകരം അദ്ദേഹത്തിനെ രാത്രിയുടെ മറവിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിൻ്റെ അത്ര ഒരു വ്യയം ചെയ്യേണ്ട ഒരു ആവശ്യം പോലീസിനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു. എന്തായാലും ഈ കേസിനും ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനിയും ഇതുപോലെയുള്ള കേസുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ 1-2 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് ഇതുപോലെ കേസുകൾ ഒന്നായിട്ട് മുളപൊട്ടി വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് ഏതായാലും നല്ലൊരു ട്രെൻഡല്ല. ആരായാലും ശരി, പെൺകുട്ടികളായാലും ശരി, ആൺകുട്ടികളായാലും ശരി, നിങ്ങൾക്ക് ഒരാളിൽ നിന്നൊരു ഭീഷണി ഉണ്ടായി, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് റേപ്പ് ഉണ്ടായി, അപ്പം തന്നെ പോലീസിൽ പറയുക. അത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? പോലീസ് പറയാതിരിക്കുന്നത് എന്തിനാണ്? തൻ്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു കുറ്റം ചെയ്ത ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രോസിക്യൂഷന് നടപടി എടുക്കണ്ടേ, അല്ലെങ്കിൽ അധികാര സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവരുടെ വീടുകളിലെങ്കിലും പറയണ്ടേ. ഇതൊന്നുമില്ലാതെ അവർ തമ്മിലുള്ള ആ അടുപ്പം മറ്റു രീതിയിലേക്ക് മാറിക്കഴിയുമ്പോൾ അത് രഹസ്യമായിട്ട് പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അത് അന്നേരം തന്നെ പരസ്യപ്പെടുത്തണ്ടേ, അല്ലെങ്കിൽ അന്നേരം തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യണ്ടേ. അതിന് പകരം 1-2 വർഷം കഴിഞ്ഞിട്ട് ആരോപണം പറയുന്നത് ഒരു കേസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തില്ല, യാതൊരു സംശയമില്ല. ഡിലേയ്ഡ് ആയിട്ടുള്ള FIRഉം ഡിലേയ്ഡ് ആയിട്ടുള്ള പരാതി പറച്ചിലും ഒന്നും ഇന്ത്യയിൽ ഇനി വിലപ്പോവില്ല. BNS പ്രകാരം, പുതിയ നിയമപ്രകാരം കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡിലേയ്ഡ് FIR എന്ന് പറയുമ്പോൾ FIR ഈസ് ഡൗട്ട്ഫുൾ എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. BNSനകത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള റിപ്പോർട്ടിങ് നിർത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അന്നേരം തന്നെ പോലീസിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെടുത്ത് അന്നേരം അറിയിക്കുക ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണ് പെൺകുട്ടികൾ അത് ചെയ്യേണ്ടതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതും. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇതുപോലുള്ള കേസുകൾ പ്രൊലോങ് ചെയ്ത് വെറുതെ ആരെയും ശിക്ഷിക്കാതെ അതുപോലെ സമയവും കളഞ്ഞ് അത് വെറുതെ ആ കേസുകൾ അക്വിറ്റ് ചെയ്ത് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.